പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം എന്നാണ് UDF-നോട് പറയാനുള്ളത്. വളരെ മാന്യമായ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന KSRTC വൈദ്യുതി വകുപ്പുകൾ ഇതിൽ രണ്ടിലും നടക്കുന്നത് ഒരു തരത്തിലുള്ള ശുഭാപ്തി വിശ്വാസവും പോസിറ്റിവിറ്റിയും ഈ നാടിന് തരാത്ത കാര്യങ്ങളാണെന്ന് എങ്ങനെ പറയാതിരിക്കും? നോക്കൂ നിങ്ങൾ, KSRTC സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. അതിന് കാരണം പറയുന്നത് എന്താ? നാണമില്ലാതെ ഗതാഗത മന്ത്രിയും മുഖ്യമന്ത്രിയും വന്നിട്ട് പറയാ, ധവളപത്രത്തിൽ കൊടുത്തിരിക്കുക. എന്താ അത്? സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകേണ്ടി വരും. അതിഭീമമായ നഷ്ടത്തിലേക്ക് KSRTC പോകും. എന്താ കാര്യം? വണ്ടികൾ കൂട്ടയിടി റോട്ടിലിടിച്ചത് കൊണ്ടല്ല, ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കേണ്ടി വരുമെന്ന്. ആരെങ്കിലും ഇവരോട് പറഞ്ഞോ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിക്കാൻ? വകുപ്പുകളുടെ കാര്യം നോക്കി, അതിന്റെ ശേഷി നോക്കി, അതിന് മുമ്പോട്ട് കൊണ്ടുപോകാമെന്നുള്ള നട്ടെല്ലുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമല്ലേ അത്? വീട്ടിൽ വോട്ട് ചോദിച്ച് ചെന്ന് ഒരു വീടിന്റെ ഫ്രണ്ടിൽ ചെന്ന് ഒരു വീട്ടമ്മ വീട് തുറക്കുമ്പോൾ അമ്പലത്തിൽ പോകണ്ടേ, ഗുരുവായൂർ പോകണ്ടേ, അവിടെ പോകണ്ടേ, ഇവിടെ പോകണ്ടേ എന്ന് ചോദിച്ച് സാക്ഷാൽ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പോലും ഇൻഡെപ്തായി ഡീറ്റെയിൽ ആയി താഴെ ലെവലിൽ ഇറങ്ങി നടന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിലെ വനിതകളുടെ സൗജന്യ യാത്രയെ കുറിച്ച് പരാമർശിച്ച് വോട്ട് നേടി വന്നിട്ട് പറയാ, സ്വകാര്യവൽക്കരിക്കേണ്ടവരും എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന അറിയില്ല. ഓർഡിനറിയിൽ കൊടുക്കണോ, പിങ്ക് ബസ് ഇറക്കണോ, ഏതെങ്കിലും ഒരു പ്രത്യേക ബസ്സിൽ മാത്രം കൊടുക്കണോ? ഇങ്ങനെ വലിയ ചർച്ചകളാ. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഏറ്റവും വലിയ നാശം പിടിച്ച ഈ നാടിനെ നാണക്കേടിലേക്ക് വിടുന്ന UDF-ന്റെ നട്ടെല്ലില്ലായ്മയായി ഇന്ദിരാ ഗ്യാരണ്ടി മാറുന്നു എന്നുള്ളതാണ്. മോഡിഫിക്കേഷനെ കുറിച്ച് വലിയ വാക്വാദം നടത്തി, വാതോരാതെ പ്രസംഗിച്ചു. ഇപ്പോൾ മോഡിഫിക്കേഷന്റെ ആ ഒരു വിജ്ഞാപനം വരുമ്പോ എന്താ? കേരളത്തിൽ നിലവിലോടുന്ന എല്ലാ വണ്ടികളും മോഡിഫിക്കേഷൻ ചെയ്താണ് വർഷങ്ങളായി ഓടിക്കണേന്ന് പറയേണ്ടി വരും. കാരണം എന്താ? നിസാരമായ കാര്യങ്ങൾ അതെല്ലാം ഓൾറെഡി എല്ലാ ആളുകളുടെയും വണ്ടിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത്രമേൽ വലിയ വാക്ക് ലംഘനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. കൂടാതെ വൈദ്യുതി വകുപ്പും സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുന്നു എന്നുള്ള ഏറ്റവും വലിയ ഒരു ഈ നാടിന്റെ പോസിറ്റിവിറ്റി കളയുന്ന ഒരു വാർത്ത കൂടി വരുന്നു എന്നുള്ളതാണ്. കൃഷ്ണൻകുട്ടിയിൽ നിന്ന് സണ്ണി ജോസഫിലേക്ക് വന്നപ്പോ വോക്സ് തന്നെ എത്ര പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. ശുഭാപ്തി വിശ്വാസമില്ലാതെ ഒരു വകുപ്പിനെ കൈകാര്യം ചെയ്യുന്നതിന്റെ കെടുകാര്യസ്ഥതയിലേക്ക് ഒരു ദീർഘവീക്ഷണമില്ലാതെ പോകുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഗണേഷ് കുമാർ എന്ന ഏറ്റവും സ്റ്റേബിളായി KSRTC-യെ കൊണ്ടുപോയി എന്ന് നമ്മൾ ഇന്നും വിശ്വസിക്കുന്ന, KSRTC-ക്ക് ഒരു മന്ത്രി ഉണ്ടെങ്കിൽ ഗണേഷിന്റെ തട്ടെന്നും താണിരിക്കുമെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ മുന്നിലാണ് CP ജോൺ പരാജയ വാക്കുകൾ തന്നെ പറയുന്നത് എന്നാണ്. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോ മൈക്ക് വെച്ചവരോട് പറഞ്ഞു KSRTC സിക്കിലാണെന്ന്. കേറിയ ഇന്ന് വരെ ഒരു വാക്ക് നല്ലത് പറയാൻ ആ വകുപ്പിനെ കുറിച്ച്, ഒരുപക്ഷെ ഞാൻ അങ്ങ് നന്നാക്കി കളയുമെന്നൊരു പ്രതീക്ഷയെങ്കിലും വിദൂരത്ത് എനിക്ക് തോന്നുന്നു എന്നൊരു വാക്ക് പറയാൻ ഈ രണ്ട് മന്ത്രിമാർക്കും ഇന്ന് വരെ കഴിഞ്ഞില്ല എന്നുള്ളതും സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുന്നു എന്നുള്ളതും കേരളത്തിന് വലിയ ഏറ്റവും അപകടകരമായ കാര്യമായി തുടരുന്നു.